ഞങ്ങളിപ്പോൾ ഇന്ന് ഒരു ഷോപ്പിങ്ങിനൊക്കെ പോവാണ്. നമുക്കൊരു ജ്യൂസറൊക്കെ മേടിക്കണം. പിന്നെ ഇന്നിപ്പോൾ ഇവിടെ ബോക്സിംഗ് ഡേ ആണ് കേട്ടോ. ബോക്സിംഗ് ഡേ എന്ന് പറയുമ്പം ക്രിസ്മസിന്റെ നെക്സ്റ്റ് ഡേ ആണ് ബോക്സിംഗ് ഡേ വരിക. ആ ഒരു സമയത്ത് ഇവിടെ സാധനങ്ങൾക്കൊക്കെ വില കുറവായിരിക്കും, അങ്ങനെയാണ് പറയുക. അപ്പോ നമുക്ക് വില ഇന്നതെന്ന് പറഞ്ഞ് മേടിക്കാൻ പോകുന്നതല്ല ഞങ്ങള്, എന്തെങ്കിലും കണ്ടാ മേടിക്കണം എന്നേ ഉള്ളൂ. ആ, അവള് പറയണു ചീപ്പാണ് സാധനങ്ങൾക്ക്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഈ പറഞ്ഞ പോലെ ഒന്ന് നോക്കാൻ പോവാണ്. എന്തെങ്കിലും നല്ലത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞോണം മേടിക്കണം. അപ്പൊ പോകുന്ന വഴി എത്രത്തോളം എടുക്കാൻ പറ്റുന്ന അറിയില്ല, പറ്റുന്ന പോലെ നമ്മൾ വീഡിയോ എടുക്കാം. ആമിക്കുട്ടിയുടെ ക്രിസ്മസിന്റെ ഗിഫ്റ്റ് ഒക്കെ കാണിച്ചു തരണത്. അപ്പം നമുക്ക് എന്തായാലും പോകുന്ന വഴി കുറച്ചൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതവിടെ ഞങ്ങളെല്ലാവരും ഇവിടെ റെഡിയാണ്. ജെയ്ഡനും വാവയും ലീലും ആമിക്കുട്ടിയും എല്ലാവരും ഇപ്പോൾ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ ഷൂസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആമിക്കുട്ടി ജോൺസന്റെ അടുത്ത് അവൾക്ക് എന്തൊക്കെയോ മേടിക്കണം എന്ന് ഇപ്പോഴേ തന്നെ പറഞ്ഞ് ജോൺസ് അത് നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സീനാണത്. പോവാൻ വിചാരിച്ച ദിവസം നല്ല മഴയൊക്കെയാണ് ഇവിടെ, അത്യാവശ്യം നല്ല മഴയുണ്ട്. അപ്പോൾ എന്നാലും നമ്മൾ പോയി നോക്കുകയാണ്. കടകളൊക്കെ തുറന്ന് കാണും. എത്രമാത്രം നമുക്ക് മേടിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല, നടക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. നമ്മൾ പോകുന്നത് ഒരു ഷോപ്പിംഗ് മോളിലോട്ടാണ്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ നമുക്ക് നടക്കാൻ ചില സ്ഥലത്തൊന്നും ഈ പറഞ്ഞ പോലെ റൂഫൊന്നുമില്ല. അപ്പം അറിയില്ല എത്രമാത്രം മേടിക്കാൻ പറ്റുമെന്ന്. നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഇപ്പോൾ ഈ പോകുന്ന വഴി എന്ന് പറയുന്നത് പണ്ടത്തെ വീടുകളൊക്കെ ഉള്ള ഒരു വിക്ടോറിയൻ സ്റ്റൈലുള്ള വീടുകളൊക്കെ ഉള്ള ഒരു വഴിയാണ് കേട്ടോ. ഇപ്പോൾ ഈ നമ്മുടെ ഈ രണ്ട് സ്ഥലത്തും കാണുന്ന വലിയ ഇങ്ങനെ എന്താ പറയുക നീളത്തിലൊക്കെയുള്ള വീടുകളൊക്കെ എന്ന് പറയുന്നത് 5ഉം 6ഉം 7ഉം ബെഡ്റൂമൊക്കെ ഉള്ള ഓരോ വീടുകളാണ്. അതിൽ പലതും ഇപ്പോൾ ഹോട്ടലൊക്കെ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ വഴിക്കൂടെയാണ് പോകുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു വലിയൊരു സ്റ്റേഡിയമാണ്. ഇത് ഒരു ഇൻഡോർ സ്റ്റേഡിയമാണിത്. അതായത് ഏകദേശം ഒരു 1 ലക്ഷം 1.5 ലക്ഷം പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു കപ്പലിൻ്റെ ഷേപ്പിലാണ് ഈ ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. അപ്പോൾ നിങ്ങൾക്ക് എനിക്കറിയത്തില്ല കാണാൻ പറ്റുമോ, അതൊരു ഷേപ്പായിട്ട് നമ്മളിങ്ങനെ കുറച്ചങ്ങ് വളയുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. അതൊരു കപ്പലിൻ്റെ മോഡലിലാണ് ഈ ഒരു ഇൻഡോർ സ്റ്റേഡിയം ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പ്രോപ്പർ ടൗണിലാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കപ്പലിൻ്റെ ഷേപ്പും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ ചെറിയൊരു റിവറൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടൗണ്. ഇപ്പം നമ്മൾ താമസിക്കുന്നത് ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരത്തിലാണ് സിറ്റിയിൽ നിന്ന്. അത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ എത്താം നമുക്ക്. അപ്പോൾ ഇപ്പോൾ പുതിയ ബിൽഡിംഗ് ഒക്കെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കാണാനൊക്കെ ഒത്തിരി എന്താ പറയുക വലിയ കെട്ടിടങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ ഈ കാണുന്നത് ഒരു യൂണിവേഴ്സിറ്റിയാണ്, കാർഡിഫ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്, കോളേജാണ് അത്. നേരെ ഇതിൻ്റെ നമ്മുടെ ടൗണിൽ തന്നെയാണ് ഇതുള്ളത്. പിന്നെ ഇപ്പോൾ പുതിയ ബിൽഡിങ്സൊക്കെ കൂടുതലും വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആ പുതിയ ബിൽഡിങ്സിനോട് ഒപ്പം തന്നെ ഒത്തിരി പഴയ ബിൽഡിങ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവരൊന്നും പെട്ടെന്നൊന്നും അങ്ങനെ പഴയ ബിൽഡിങ്സ് ഒന്നും ഇവർ തട്ടിപ്പൊളിച്ച് കളയത്തൊന്നുമില്ല. ഇവർക്ക് ഇവരുടെ ട്രഡീഷനൊക്കെ കാത്തു സൂക്ഷിക്കാമെന്നൊക്കെയുള്ളത് ഇവരുടെ വലിയ കാര്യമായതുകൊണ്ട് നമുക്ക് ഈ വലിയ ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമുക്ക് നല്ല പഴമയുള്ള കുറേ ബിൽഡിങ്ങുകളും കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഈ നമ്മളീ പോകുന്നതൊക്കെ ശരിക്കും പ്രോപ്പറായിട്ടുള്ള ടൗണാണ്. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിലെ ടൗൺ അല്ലെങ്കിൽ സിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഞാൻ റൈറ്റ് സൈഡിൽ കാണുന്ന ഇപ്പോൾ ഈ വാക്ക് അബൌട്ട് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് കണ്ടോ, ഈ കാണുന്നത് ഒരു പബ്ബാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ ക്രിക്കറ്റ് കളിക്കാനൊക്കെ വരുമ്പോഴത്തേക്കും ഇവരൊക്കെ കണ്ടിട്ടുണ്ട്. ധോനി അങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മൾ പുറത്ത് അവരവിടെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുന്നതൊക്കെ കാണാൻ പറ്റാറുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഇതൊക്കെ ഓഫീസുകളാണ്. ഈ കാണുന്ന ബിൽഡിംഗ് ഒക്കെ വലിയ ഓഫീസുകളാണ്. അപ്പോൾ നമ്മൾ പോകുന്ന സെൻറ്റ് ഡേവിഡ്സ് മോൾ എന്നാണ് അതിൻ്റെ പേര്. അപ്പം അവിടേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ കാർ പാർക്കിംഗ് ഇവിടെയാണ്.
അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കയറി ചെല്ലുമ്പം നമുക്കിവിടെ ടിക്കറ്റ് ഒക്കെ എടുക്കണം. അപ്പോൾ ഇപ്പോൾ പലയിടത്തൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്, പ്രത്യേകിച്ച് പുറം രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം നമ്മളെ കാറ് എൻ്റർ ചെയ്യുന്നതിനേക്കാളും മുന്നേ നമ്മളൊരു ടിക്കറ്റ് നമ്മൾ എടുക്കണം. എന്നിട്ട് നമ്മൾ തിരിച്ച് വരുമ്പം അത് പേ ചെയ്തിട്ട് ആ കാർഡ് തിരിച്ചിട്ടാൽ മാത്രമേ നമുക്കിത് തുറന്നു തരത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ കാർഡ് എടുത്തത് കൊണ്ട് അത് തുറന്നു തന്നു. പക്ഷേ ഇന്ന് നല്ല തിരക്കാണ് കേട്ടോ, നിങ്ങൾക്ക് കാണാം. 8 നിലയാണുള്ളത്, അതിൽ 3, 4, 5, 6, 7 ഒക്കെ ഫുള്ളെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് 8ാമത്തെ നിലയിലോട്ട് നമ്മളിങ്ങനെ കറങ്ങി പോകണം. അപ്പം നമുക്ക് വണ്ടി ഓടിക്കുന്നവർക്ക് കുഴപ്പമുണ്ടാവില്ല, അവർക്ക് ഇങ്ങനെ വണ്ടി കറങ്ങുമ്പം ആ വണ്ടി ഓടിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. അല്ലാതെ നമ്മൾ നമ്മൾ സീറ്റിൽ ഇരിക്കുന്നവർ അല്ലാതെ ഇരിക്കുന്നവർക്കൊക്കെ ശരിക്കും തല ചുറ്റും. കാരണം ഇങ്ങനെ റൗണ്ട് ചെയ്ത് 8 നിലയിൽ നമ്മൾ എത്തണ്ടേ. അപ്പോൾ സാധാരണ അങ്ങനെ ഞാൻ ഓടിക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അന്നേരം ജോൺസനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, പിള്ളേർക്കും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ജോൺസാണ് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഞാനും പിള്ളേരൊക്കെ കണ്ണടച്ചിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തല കറങ്ങി ആകെ ഒരു അസ്വസ്ഥതയൊക്കെ വരും. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കണ്ണൊക്കെ അടച്ചിരിക്കുവാണ്. ഞാനിങ്ങനെ ക്യാമറ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടി. പക്ഷെ എങ്ങനെയോ എനിക്ക് സംശയം ഉണ്ടായിരുന്നു കറക്റ്റായിട്ട് കിട്ടുമെന്നുള്ളത്. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം 3rd ഫ്ലോറിലാണ് പോകുന്നത്. ചിലപ്പോൾ അവർ ഫുള്ളെന്നൊക്കെ എഴുതി കാണിച്ചാലും നമ്മൾ ഇച്ചിരി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നും അതുപോലത്തെ ഒരു ഭാഗ്യ പരീക്ഷണം നടത്താണ്. അപ്പോൾ നമ്മളങ്ങനെ 3rd ഫ്ലോറിലെത്തി. നമ്മളൊന്ന് നോക്കുകയാണ് കേട്ടോ സ്ഥലം കിട്ടുമെന്ന്. അപ്പോൾ നമ്മുടെ മുന്നിലും ഇതുപോലെ 1-2 കാറുകളൊക്കെ ഉണ്ട്. അവരും ഇങ്ങനെ ആരെങ്കിലും എടുത്ത് പോകുന്നുണ്ടോ എന്ന് നോക്കി ആ ഗ്യാപ്പിനകത്ത് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാർ പാർക്കിംഗ് ഇവിടെ ഉള്ളത്. അപ്പോൾ എല്ലായിടത്തും ഫുള്ളാണ്. നമ്മൾ 2-3 വട്ടം കറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമുക്കൊന്ന് കാർ പാർക്കിംഗ് കിട്ടിയത്. അങ്ങനെ നമ്മളൊരു കാർ പാർക്കിംഗ് കണ്ടുപിടിച്ചു. നമുക്ക് പാർക്കിംഗ് ലെവൽ 3 തന്നെ 3ാമത്തെ നിലയിൽ തന്നെ കിട്ടി. അപ്പോൾ പിള്ളേരൊക്കെ ഓരോരുത്തരായിട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങി വരാൻ തുടങ്ങി. അപ്പോൾ ആ കാണുന്ന ലൈറ്റൊക്കെ തെളിഞ്ഞിരിക്കുന്ന ഭാഗത്താണ് നമ്മുടെ ലിഫ്റ്റ് ഉള്ളത്. അപ്പോൾ ലീലും മാമിക്കുട്ടിയും ഓൾറെഡി റെഡിയാണ്. അപ്പോൾ അവരോട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള 3 ആൾക്കാരും കൂടെ വരണം. ഇനി അടുത്തത് നമ്മൾ ലിഫ്റ്റിൽ പോകാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തിരിച്ചു വരുമ്പോൾ മാത്രം പേ ചെയ്താൽ മതി. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഓർത്തത് ലിഫ്റ്റിലൊക്കെ കിട്ടാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ ലിഫ്റ്റ് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ലിഫ്റ്റ് കിട്ടിയില്ല, അപ്പടി തിരക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങാമെന്ന് ഞങ്ങൾ ഓർത്തു. പക്ഷെ പെട്ടെന്ന് തന്നെ നമുക്ക് ലിഫ്റ്റൊക്കെ ഓപ്പൺ ആയി, നമ്മൾ പെട്ടെന്ന് തന്നെ കയറി. ഇതിൽ ഏറ്റവും രസം, ഇത്രയും തിരക്കുണ്ടായിട്ടും നമുക്ക് തന്നെ വേണ്ടി ഒരു ലിഫ്റ്റ് ഉണ്ടായിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല ലിഫ്റ്റിൽ. അപ്പോൾ ജോൺസും ജെയ്ഡനും വാവയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ലിഫ്റ്റിനകത്ത് കയറി, ആരും ഉണ്ടായിരുന്നില്ല, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നേരെ തന്നെ നമ്മൾ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് പോവാണ്. ഇപ്പോൾ ഇവിടെ ക്രിസ്മസും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഈ മോള് മൊത്തം ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. നമുക്ക് കാണാൻ പറ്റും എല്ലാ കടകളും. കടകൾ കൂടാതെ തന്നെ നമുക്ക് ഈ നടക്കുന്ന ഓരോ ഫ്ലോറിനകത്തും ഈ പറഞ്ഞ പോലെ ഇവരിങ്ങനെ പല രീതിയിലൊക്കെ ഡെക്കറേറ്റ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതിനകത്ത് ഒരു കാറൊക്കെ പോലത്തെ ഇങ്ങനെ കാർഡ്ബോർഡിനകത്ത് തോന്നുന്നു, അങ്ങനെ അതോ തെർമോക്കോളാണോ എന്ന് അറിയില്ല, അങ്ങനെ അതിനകത്തൊക്കെ ഒരു കാറ് പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ ഇങ്ങനെ മുകളിൽ നിന്നൊക്കെ തൂക്കിയിട്ടിട്ടൊക്കെ ഉണ്ട്. ഇതാണ് ഒരു സംഭവം കണ്ടോ, ഒരു കുട്ടി കാറും അതിൻ്റെ മേലെ അപ്പടി ഇങ്ങനെ അടക്കടക്കായിട്ടുള്ള രീതിയിൽ കുറേ പ്രസൻറ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് ഇവരുടെ, പ്രത്യേകിച്ച് ഇതുപോലത്തെയൊക്കെയുള്ള ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അവർ ക്രിസ്മസ് ഭയങ്കരമായിട്ട് ആഘോഷിക്കും. അവർക്ക് അവരുടെ വർഷത്തിൽ ഒരിക്കലുള്ള ഏറ്റവും വലിയൊരു സെലിബ്രേഷനാണ്. അവരുടെ ഉള്ളവരും ഇല്ലാത്തവരൊക്കെ
പോലെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ക്രിസ്മസ് എന്നുള്ളത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പതുക്കെ ഷോപ്പിംഗ് ഒക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഷോപ്പിൽ കയറി, റിവർ ഐലൻഡ് എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്. എനിക്ക് തോന്നുന്നു നാട്ടിലൊക്കെ ഉണ്ട് ആ ഷോപ്പ്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ മാമിക്കുട്ടിക്ക് ഒരു ഉടുപ്പ് കണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് ഈ ഒരു ഉടുപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവൾക്ക് അതിന് വേണ്ടിയിട്ട് മാലയോ അങ്ങനെയൊന്നും ഇടേണ്ട കാര്യമില്ല. ആ ഉടുപ്പിൽ തന്നെ നല്ല ഭംഗിയുള്ള ഒത്തിരി ആ നെക്ക് വർക്കൊക്കെ ഒത്തിരി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ എടുത്താലോ എന്നാണ് ആദ്യം ഓർത്തത്. ഇപ്പോൾ ഇത് 9 to 10 ഇയേഴ്സൊക്കെയാണ് ആദ്യം കണ്ടത്, പക്ഷേ എനിക്ക് ലാസ്റ്റ് ഒരു 5 to 6 കിട്ടിയായിരുന്നു. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വില ഇച്ചിരി കൂടുതലാണ്. ഈ ടോപ്പിന് മാത്രം 2000 രൂപയാണ്. നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 1900 രൂപയ്ക്കാണ്. അപ്പം ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ആമിക്കുട്ടിക്ക് അത് ചേരും ചെയ്തു ഞങ്ങൾ വെച്ച് നോക്കിയപ്പോഴത്തേക്കും. പിന്നെ ഇങ്ങനെ ഓരോരോ ഷോപ്പിലങ്ങ് കയറി ഇങ്ങനെ ഇറങ്ങി, അത്രയേ ഉള്ളൂ. അതിൽ കുറച്ചൊക്കെ മേടിച്ചു. കുഞ്ഞുങ്ങൾക്കൊക്കെ ജീൻസ്, ചെറുക്കന്മാർക്കൊക്കെ ജീൻസ് മേടിച്ചു. പിന്നെ എനിക്ക് 2-3 ഇച്ചിരി ടോപ്പുകളൊക്കെ മേടിച്ചു. ജോൺസിന് ജീൻസും ടീഷർട്ടൊക്കെ മേടിച്ചു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഷൂസ് മേടിച്ചു. അങ്ങനെ കുറേ നല്ല ഓഫറിന് കിട്ടിയായിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന റെഡ് കളറിലുള്ള ബോർഡിലൊക്കെ കാണുന്നതൊക്കെ ഓഫേഴ്സാണ്. അതായത് പകുതി പ്രൈസ്, അല്ലെങ്കിൽ 80%, 70% എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി നമുക്ക് ഓഫർ ഉണ്ടായിരുന്നു. നടന്ന് ജോൺസന് ഓഫറിന് ഒരു പെർഫ്യൂം കിട്ടി. വേഴ്സേസ് എന്നാണ് അതിൻ്റെ ഒരു പെർഫ്യൂമിൻ്റെ പേര്. അപ്പോൾ അതിനകത്ത് കിറ്റായിട്ടാണ് പെർഫ്യൂം, ഡിയോഡറൻറ്റ്, അതുപോലെ അതിന് വേണ്ടി ക്യാരി ചെയ്യാനുള്ള ഒരു ബാഗ്. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ലൊരു സെയിലിന് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും സെയിൽ 50% ആയിട്ടുള്ളൊരു ഷോപ്പാണിത്. അപ്പോൾ നമുക്ക് നല്ല ഓഫറിന് കിട്ടി. സാധാരണ പെർഫ്യൂമൊക്കെ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ബോക്സിംഗ് ഡേ അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ വല്ലപ്പോഴൊക്കെയാണ് ഇങ്ങനെ ഓഫറിനൊക്കെ വരത്തുള്ളൂ. അപ്പം നമുക്ക് അത്യാവശ്യം നല്ലൊരു ഡീലിന് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിത് മേടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അകത്തെ ഒരു ഫ്ലോറെല്ലാം കഴിഞ്ഞു. എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടൊന്നുമില്ല. നമുക്ക് വേണ്ടിയിരുന്ന കടകൾ മാത്രം നമ്മളൊന്ന് പോയി അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഇനി നമ്മൾ ഇതിൻ്റെ പുറത്ത് കടക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ചില സ്ഥലത്ത് റൂഫില്ലാന്ന്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ സ്ട്രീറ്റിലോട്ട് അങ്ങ് ഇറങ്ങുവാണ്. ഇതാണ് അപ്പോൾ സ്ട്രീറ്റ്. ഇത് സ്ട്രീറ്റ് ആണെങ്കിലും ഇതിൻ്റെ 2 വശത്തും എല്ലാം ബ്രാൻഡഡ് ഷോപ്പുകളാണ്. നമുക്ക് ഇപ്പം ഷോപ്പുകളൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ സാറ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഷോപ്പുകൾ, റിവർ ഐലൻഡ്, ഔട്ട്ഫിറ്റ്, പിന്നെ ടോപ്പ് മാൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ ഒരു കടയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഷോപ്പിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ലൊരു ടോപ്പ് ഇഷ്ടപ്പെട്ടു. ആ ടോപ്പ് ഞാൻ മേടിക്കുകയും ചെയ്തു. അതൊരു പ്രിൻ്റ് ഒക്കെ ആയിട്ടുള്ളൊരു ടോപ്പായിരുന്നു. പിന്നെ ഈ കാണുന്നതൊക്കെ, ഈ റെഡ് കളറിലൊക്കെ കാണുന്നതെല്ലാം ഹാഫ് സെയിലാണ്. ഇപ്പോൾ നമ്മുടെ ക്രിസ്മസിൻ്റെ തണുപ്പൊക്കെ കഴിഞ്ഞതുകൊണ്ട് എല്ലാ സ്വെറ്റർ, ജമ്പർ അങ്ങനത്തെ ഒക്കെ ഇപ്പോൾ ഹാഫ് പ്രൈസാണ്. ഹാഫ് പ്രൈസിനേക്കാളും കുറവാണ് കേട്ടോ. ഏകദേശം ഒരു 80% നമുക്ക് ഓഫറുണ്ട്.
അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ നടന്നു. ഇപ്പോൾ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് സാര എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്. അത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു ഷോപ്പാണ്. അതിൻ്റെ തൊട്ടപ്പുറം ടോപ്പ് മാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അവിടെ ഒന്നും പോകുന്നില്ല. ഇന്ന് നമുക്ക് കാരണം ടോപ്പ് മാനിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇല്ല ആക്ച്വലി. അവർക്കൊക്കെ നമുക്ക് വലിയ ആൾക്കാർക്കുള്ള ഡ്രസ്സുകളാണ് അധികവും ടോപ്പ് മാനിലൊക്കെ ഉള്ളത്. അപ്പം ഞങ്ങളിങ്ങനെ ഒരു കടയിലും കൂടെ കയറി, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ 2 വലിയ പെട്ടി മേടിച്ചു. അത് നല്ല ഓഫറിന് നമുക്ക് കിട്ടിയായിരുന്നു. നല്ല നല്ല എന്താ പറയുക, കുറച്ചും കൂടെ മോഡേൺ ഇപ്പോഴത്തെ രീതിയിലൊക്കെയുള്ള പെട്ടികളാണ് ഇപ്പോൾ കണ്ടപ്പോൾ ഇഷ്ടമായി ഞങ്ങൾക്ക്. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള വില 8000 രൂപയാണ് നാട്ടിലെ പ്രൈസ്. പക്ഷെ നമുക്കത് 4000 രൂപയ്ക്ക് കിട്ടി. അപ്പോൾ അത് നേർപകുതി വിലയ്ക്കാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മളത് മേടിച്ചു. പ്രത്യേകിച്ച് നമ്മൾ അബുദാബിയും കൂടെ ഒക്കെ പോവല്ലേ, അപ്പം നല്ല കുറച്ചും കൂടെ നമ്മുടെ കയ്യിലുള്ളത് കളർഫുൾ അല്ല. ഒക്കെ നല്ല പെട്ടിയാണെങ്കിൽ പോലും നമ്മുടെ കയ്യിലുള്ളതൊക്കെ ഇങ്ങനെ ഡൾ കളറുകൾ, ബ്ലാക്കും. അപ്പോൾ നമുക്ക് പെട്ടിയൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ ഇറങ്ങിക്കഴിഞ്ഞ എയർപോർട്ടിലൊക്കെ. അപ്പോൾ ഞങ്ങൾ ഓർത്ത് വന്ന് നമ്മൾ ഇച്ചിരി കളർഫുൾ ആയിട്ടുള്ളതൊക്കെ മേടിക്കാമെന്ന് ഓർത്ത്. ഒരു റെഡും ഒരു ഡാർക്ക് ബ്ലൂ ആണ് നമ്മൾ മേടിച്ചത്. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, അതൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളിതാ ബർഗർ കിങ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിനകത്ത് കയറി നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ജോൺസ് അവിടെ ഓർഡർ ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് മേടിച്ചായിരുന്നു ഒരു ഷോപ്പിൽ പോയപ്പോൾ. അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. അപ്പോൾ ക്യൂ ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇവരുടെ ഇവരുടെ കുടലൊക്കെ കരിയണ മണം നമുക്ക് കേൾക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരോട് ചോക്ലേറ്റ് അത്യാവശ്യം കഴിച്ചോളാൻ പറഞ്ഞു. ജോൺസ് അവിടെ ക്യൂവിൽ ഏറ്റവും പുറകിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ആ പുറത്തുനിന്നുള്ളത് നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടോ മിക്ക കടകളും അടച്ചിട്ടേ ഇരിക്കുക. കാരണം സമയം ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 6:30 ആയി. അപ്പോഴത്തേക്കും ഇവരെല്ലാവരും കടകളൊക്കെ അത്യാവശ്യം അടച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടിയൊക്കെ വലിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വാവ കാണിച്ചു തന്നത്. ഇതൊരു ടോയ്ലറ്റ് ഡാട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിമാണ്. നമ്മൾ ടോയ്ലറ്റിലൊക്കെ ഇരിക്കുമ്പോൾ ബോറടിക്കില്ലേ, അപ്പോൾ അന്നേരം കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗെയിമാണ്. അവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കട അടച്ചായിരുന്നു, പക്ഷേ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അപ്പോൾ വാവ ഇങ്ങനെ പറയുമായിരുന്നു, അപ്പം നമ്മൾ ടോയ്ലറ്റിലൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബോറടിക്കില്ല, നമുക്കത് മേടിച്ച് വയ്ക്കാം, നമുക്കതിങ്ങനെ ഡാട്ട് കളിച്ചുകൊണ്ടിരിക്കാമെന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഇനി ഞങ്ങൾ പതുക്കെ വീട്ടിലോട്ട് പോകാമെന്നൊക്കെ ഓർത്തിട്ടാണ് നമ്മൾ കാറിലൊക്കെ കയറിയത്. അന്നേരം ഞങ്ങളുടെ പ്ലാൻ ഒന്ന് ഇച്ചിരി മാറ്റിയായിരുന്നു. അപ്പം 6:30 ആണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അപ്പോൾ ഇവിടെ അടുത്തൊരു വിൻ്റർ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയൊരു എക്സിബിഷൻ പോലത്തെ ഒരു സംഭവമാണ്. പിള്ളേർക്കൊക്കെ കളിക്കാനുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളന്ന് അവിടെ പോകാമെന്ന് ഓർത്തു. എന്തായാലും പുറത്തിറങ്ങിയതാണ്. അപ്പോൾ പിന്നെ എന്നാൽ അവിടെ ഒന്നും കൂടെ ഒന്ന് ഇറങ്ങി കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കളിക്കണം എന്നുണ്ടെങ്കിൽ കളിക്കാം എന്നൊക്കെ ഓർത്തിട്ട് നമ്മൾ പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, അവിടെ 7 മണിക്ക് ആയപ്പോഴത്തേക്ക് അവർ അടച്ചു എന്ന് പറഞ്ഞാൽ പുതിയ ആൾക്കാരെ അവർ കയറ്റുന്നില്ല. ഉള്ള ആൾക്കാർ മാത്രം അതിനകത്ത് അവർ പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് മഴയ്ക്കുള്ളത് കൊണ്ട് തന്നെ ആൾക്കാരൊക്കെ വളരെ കുറവാണെന്ന് അവർ പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് ആ പുറത്ത് നിന്ന് അതിൻ്റെ ഒരു വലിയൊരു ജൈൻറ്റ് വീലൊക്കെയോ അതിനെന്തോ ഒരു പേര് പറയും, ജൈൻറ്റ് വീലല്ല, അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ട് ഞങ്ങൾ പോന്നു. പിന്നെ ഓർത്തു വേറൊരു ദിവസം പോയിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ നമ്മളിതാ തിരിച്ച് പോവാണ്. ഇതൊരു ഹാംലീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ടോയ് ഷോപ്പാണ് കേട്ടോ. അത് ഭയങ്കര പേര് കേട്ടിട്ടുള്ള ഒരു ടോയ് ഷോപ്പാണ്. ഇപ്പം നോക്കിക്കാൻ നമ്മൾ നേരത്തെ വന്നപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പം 1-2 പേര് അവിടെ ഇവിടെയൊക്കെ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും സ്ഥലം വിട്ടുവിടുന്നത്. അപ്പം നമ്മളും പിന്നെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നിരങ്ങി പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ നേരെ നമ്മൾ പേ ചെയ്യണമല്ലോ. നമ്മുടെ കാർഡ് നമ്മളെടുത്ത ഒരു 3 മണിക്കൂറിനൊക്കെ ഉള്ള 3-4 മണിക്കൂറിന് വേണ്ടിയിട്ടുള്ള ഒരു പൈസ നമ്മൾ പേ ചെയ്യണം. അപ്പോൾ അത് പേ ചെയ്ത് കഴിഞ്ഞ് ആ കാർഡ് നമ്മുടെ കയ്യിൽ കിട്ടും. എന്നിട്ട് നമ്മൾ തിരിച്ച് പോകുന്ന വഴിക്ക് ആ കാർഡ് ഇൻസേർട്ട് ചെയ്താലാണ് നമുക്ക് ആ ഗേറ്റ് തുറന്നത് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളിനി അതിൻ്റെ പരിപാടിയിലോട്ട് പോവാണ്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അവർക്ക് വേണ്ടുന്ന ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ നല്ല എനർജറ്റിക്കായി. പിന്നെ എൻ്റെ ഒരു കയ്യിൽ നിറച്ച ബാഗാണ്, മറ്റേ കയ്യിൽ ഞാനിങ്ങനെ വീഡിയോയും കൂടി എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്നെ അങ്ങനെ ഇപ്പം ശരിക്കും കാണാൻ പറ്റാത്തത് കേട്ടോ. പിന്നെ ജോൺസ് അവിടെ പൈസയൊക്കെ കാർഡിൻ്റെ ഉള്ള പൈസയൊക്കെ പേ ചെയ്ത് ജോൺസ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ കാറിലൊക്കെ കയറി നമ്മൾ തിരിച്ച് പോവാണ്. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ആ മെഷീനിൽ നമ്മൾ വരുമ്പോൾ എടുത്ത കാർഡ് തിരിച്ചങ്ങിട്ട് കൊടുക്കുവാണ്. നമ്മൾ പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ ഗേറ്റും തുറന്നു. ഇനി നമ്മൾ പുറത്തോട്ട്
നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ഒരു കാസിലാണ് കേട്ടോ. ഇത് പണ്ടത്തെ കാർഡിഫിലുള്ള നമ്മുടെ ടൗണിലുണ്ടായിരുന്ന ഒരു കാസിലാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ആൾക്കാരൊന്നുമില്ല, പക്ഷെ ഇതിൻ്റെ ചില ഈ കോട്ടകളൊക്കെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് ഞാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസമൊക്കെ ഞാൻ പോവാം, പക്ഷേ ഈ അടുത്തല്ല, സമയം കിട്ടുന്നതിനനുസരിച്ച് ഇതിനകത്തൊക്കെ കാണിക്കാം. അപ്പോൾ ഇതിങ്ങനെ വലുതായിട്ട് കിടക്കുന്ന നമ്മുടെ സിറ്റിക്ക് നടുക്കിലുള്ള ഒരു കോട്ടയാണ്. അപ്പോൾ ഇത് കാർഡിഫ് കാസ്റ്റിൽ നിന്നാണ് ഇങ്ങനെ പറയുക. ഇപ്പോൾ ഇതിൻ്റെ ആ ചുറ്റുമൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് കാണുക. ഇതിന് ചെറിയ ലൈറ്റിങ്സ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്രിസ്മസ് ട്രീയും അതുപോലെ 2-3-4 റെയിൻഡിയേഴ്സിനൊക്കെ അവർ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കാർഡിഫ് മ്യൂസിയം. അപ്പോൾ ഇതിൻ്റെ മുന്നിലായിരുന്നു നമ്മുടെ പണ്ടത്തെ ഒരു ഹിന്ദി സിനിമ ഉണ്ടായിരുന്നു, കുച്ച് കുച്ച് ഹോത്താ ഹൈ എന്ന് പറഞ്ഞിട്ട്. നമ്മളെല്ലാവർക്കും അറിയുന്ന ഒരു സിനിമയാണ്, ഷാറുഖ് ഖാൻ്റെ ഒക്കെ. അപ്പോൾ ആ മൂവിയുടെ ഒരു സോങ്ങിൻ്റെ ചില ഭാഗങ്ങൾ, മിക്ക ഭാഗങ്ങളും ഇവിടെ തന്നെയായിരുന്നു ആ സോങ്ങിൻ്റെ. അപ്പോൾ അങ്ങനെ ഒരു ഓർമ്മയുണ്ട് ഈ ഒരു കാർഡിഫ് മ്യൂസിയത്തിന്. നമ്മൾ ഈ കാർഡിഫ് മ്യൂസിയത്തിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് നമ്മുടെ വിൻ്റർ വണ്ടർലാൻഡ് എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾക്കുള്ള ഈ ഒരു ലെഷർ പാർക്ക് എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിനകത്ത് ഐസ് സ്കേറ്റിംഗ് ഉണ്ട്, പിന്നെ ഈ കാണുന്ന ഒരു വലിയ ജയൻറ്റ് വീലുണ്ട്. പിന്നെ ഇതിനകത്ത് എപ്പോഴും പ്രോഗ്രാംസ് ഉണ്ടാവും, പാട്ട് പാടാനൊക്കെ ആരെങ്കിലൊക്കെ ഇച്ചിരി ഫേമസ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് പാട്ട് പാടാൻ വരിക. പിന്നെ നമുക്ക് കുറേ കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് മേടിക്കാനുള്ള സ്റ്റോളുകളൊന്നുമില്ല, പക്ഷെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മളവർ തിരിച്ചു വിട്ടു. അവർ പറഞ്ഞു ഇത് ഓൾറെഡി ക്ലോസ്ഡ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിങ്ങ് തിരിച്ചു പോന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ സങ്കടമായിരുന്നു, കാരണം ആ കാണുന്നത് ഐസ് സ്കേറ്റിങ്ങിൻ്റെ വലിയ ഹോളാണ്. അതിനകത്ത് ഇപ്പോഴും ആൾക്കാർ ഐസ് സ്കേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എന്നോട് ആമിക്കുട്ടി ചോദിക്കുമായിരുന്നു, അപ്പോൾ അവരൊക്കെ എങ്ങനെ കയറി, നമുക്ക് എന്താ കയറാൻ പറ്റാത്തതെന്ന്. അപ്പോൾ അതിനുള്ള ആൻസർ അവർ ഓൾറെഡി പറഞ്ഞായിരുന്നു. അവർ പറഞ്ഞു കയറിയ ആൾക്കാർ ഇറങ്ങാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യുക, പുതിയ ആൾക്കാർ അവർ കയറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ച് ഇനി വീട്ടിലോട്ട് പോവാണ്. നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ കാറ് പാർക്ക് ചെയ്ത് കൊടുത്തേക്ക് തന്നെ തിരിച്ച് പോവാണ് നമ്മൾ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വ്ളോഗ് എന്ന് പറയുന്നത്. ഇനിയും നമ്മൾ വേറെ എവിടെയും പോയില്ല, നേരെ വീട്ടിലോട്ടാണ് പോയത്. ഓരോ സമയം ചെല്ലുന്തോറും മഴയുടെ ആ മഴ കൂടി വരുമായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് പിന്നെ വേറെ ഒന്നും നമ്മളിനി എവിടെയും ഇറങ്ങിയൊന്നുമില്ല, നേരെ വീട്ടിലോട്ടാണ് പോയത്. പക്ഷേ മഴയുടെ ഭയങ്കര ശക്തിയായിട്ടുള്ള മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാറിനകത്ത് ഒരു 15 മിനിറ്റ് ഇരുന്നതിന് ശേഷം മഴ കുറഞ്ഞിട്ടാണ് നമ്മളൊന്ന് ഇറങ്ങിപ്പോയത് വീട്ടിലോട്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും വേറെ പ്രത്യേകിച്ച് എടുക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് ഷോപ്പിംഗ് വീഡിയോ. നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.